ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മീറ്റർ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. സമ്മർ സീസണൊക്കെ ആയതുകൊണ്ട് ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനത് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അളവുകൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 2 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഫ്രണ്ട് നെക്ക് 2.5 ഇഞ്ചും ബാക്ക് നെക്ക് 1.5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 നെക്കും റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനതും ഇതിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. ആം ഹോൾ ഞാൻ 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റും 5 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഫ്രോക്കിലൊക്കെ ഇതേ അളവിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയൊരു മോഡൽ വ്യത്യാസത്തിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോളും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുന്നത് റെക്കോർഡിങ്ങിൽ വന്നിട്ടില്ല. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിനൊക്കെ കട്ട് ചെയ്തു റൗണ്ട് ഷേപ്പിൽ. ഇനി ഫ്രണ്ടിനൊക്കെ കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നെക്കിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ കുറച്ച് ക്രോസ് പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലൊരു പീസും അതിൻ്റെ കൂടെ ലേസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 4ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട് ആദ്യം തന്നെ. അതിന് ശേഷം മുകളിലൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നത്. ഞാൻ മുകൾ ഭാഗത്തെ അളവ് എടുക്കുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ 2ആയിട്ട് മടക്കി വെച്ചുകൊണ്ടാണ് 1.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിവർത്തി വയ്ക്കുമ്പോൾ 3 ഇഞ്ചായിട്ടാണ് കിട്ടുക. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് ഈ അളവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ താഴത്തേത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 2.25 ഇഞ്ചിനാണ്. 5.5 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചതിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 2 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. മുകൾ ഭാഗം ചെറുതായിട്ടും താഴെ ഭാഗം കുറച്ചുകൂടെ വീതിയിലായിട്ട് ഇതുപോലുള്ള 2 പീസാണ് കിട്ടുക. സ്ലീവ് ഞാനിവിടെ 4ആയിട്ട് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ വരുന്നത് 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു 2 ഇഞ്ച് ചെറിയ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3.5 ഇഞ്ച് നമ്മുടെ ബാക്കി ആം ഹോളിലേക്കുള്ള അളവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് റൗണ്ട് എടുക്കുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ 10 ഇഞ്ച് വരും. ഇനി സ്കേർട്ട് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് നീളമാണ് ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീതി ഞാൻ തുണിയുള്ളത് പോലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തുണിയുള്ളത് പോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. അതുപോലെ താഴെ ഒരു ചെറിയൊരു പീസും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് നീളത്തിലാണ് ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ സ്ലീവ് ഞാൻ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഷേപ്പിലാണ് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. നമ്മൾ യോക്ക് പാർട്ടിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസാണ് ഇത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പീസിൻ്റെ മുകളിൽ ഇതുപോലെ ഈ ലേസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ മറ്റേ പീസും ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് നമ്മൾ ലേസിൻ്റെ മുകളിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പം ഞാൻ 2 പീസും കൂടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ നല്ല വശത്ത് നമ്മുടെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇപ്പുറത്ത് വരുന്ന ആ പീസിൻ്റെ അറ്റം തിരിച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ യോക്ക് പാർട്ടിൽ വെക്കാനുള്ള ആ പീസ് വരിക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെയാണ് ഈ പീസ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ 2 സൈഡിലും കൂടെ ഒന്ന് ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സൈഡിലും ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലേസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് ലേസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്.
അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒന്ന് ആ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ലേസ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ രണ്ട് സൈഡും ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ നേരത്തെ ആ പീസ് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ പുറത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ചീത്ത വശം രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമ്മൾ തിരിച്ചിട്ട് നല്ല വശവും കൂടെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നമ്മളെ തയ്യലൊന്നും കാണൂല. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതുപോലെ അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാകുമ്പം നൂല് വലിയോ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം നമ്മൾ ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കാതെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതിലാകുമ്പം നൂലൊന്നും വലിയാനുള്ള സാധ്യതയില്ല. ഇനി നമ്മൾ ബാക്ക് പാർട്ടിൽ ഇതുപോലൊരു ലൈൻ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ ഞാൻ ചെറിയൊരു കുടുക്കും ഒരു എലാസ്റ്റിക്കുമാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ക്വയർ ടൈപ്പിലൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം കട്ട് ചെയ്ത് കുട്ടി കുട്ടി കട്ട്സ് സൈഡിലൊക്കെ കൊടുത്തിട്ട് ആ പീസ് നമ്മൾ തിരിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ പീസ് തിരിച്ചിട്ടെടുത്തിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൽ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെത് ഇനി കുടുക്കും ഒരു ചെറിയൊരു എലാസ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കാനുള്ളൂ. അപ്പോൾ അത് അവസാനമാണ് ചെയ്യുന്നത്, ഇപ്പോൾ ചെയ്തെടുക്കുന്നില്ല. നമ്മൾ നേരത്തെ ഫ്രില്ലിട്ട് വെച്ച സ്ലീവും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതുപോലെ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ വെച്ചിട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇത് തിരിച്ചിട്ടെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് ഉൾഭാഗത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പോർഷനിലേക്കുള്ള പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 10 ഇഞ്ചാണ് ഇതിൻ്റെ അളവ് വരുന്നത്. അപ്പം 20 ഇഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ആ പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ നൂല് വലിച്ചിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി ഫ്രിൽസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. 20 ഇഞ്ചാണ് ഇതിൻ്റെ അരവണ്ണം വരുന്നത്. അപ്പോൾ ഇനി നമ്മളിത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പീസിൻ്റെ അവിടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പീസ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ഒരു 3 ഇഞ്ച് നീളത്തിലുള്ള പീസ് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് അടിവശം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ ഫ്രില്ലിട്ട് എടുത്തിട്ട് അടിവശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മുകളിൽ വെച്ച അതേ വൈറ്റ് ലേസ് ഇതുപോലെ താഴെയും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസ് ഞാൻ നെക്കിൻ്റെ നല്ല വശത്തൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നെക്ക് സാധാരണ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൽ കാണിക്കാതിരുന്നത്. അതിന് ശേഷം ഇതുപോലെ കുടുക്കും ചെറിയൊരു എലാസ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് ഫ്രോക്ക് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക്